ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സിമ്പിളായിട്ട് എങ്ങനെ ഒരു പോസ്റ്റർ ചെയ്തെടുക്കാമെന്നാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് ക്യാൻവയാണ്. ക്യാൻവയിൽ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ക്യാൻവ ലോഗിൻ ചെയ്യുവാണ്. ക്യാൻവ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി അതിലേക്കൊന്ന് ലോഗിൻ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളിവിടെ ക്യാൻവ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ക്യാൻവ ലോഗിൻ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ അക്കൗണ്ട് കാണിക്കും. ഇവിടെ നമ്മൾ ഇതുവരെ ചെയ്ത പ്രോജക്റ്റ് ഒക്കെ കാണിക്കും. ഇനി നമുക്കിതിൽ എന്താണ് ചെയ്യാനുള്ളതെന്ന് നോക്കാം. നമുക്കിവിടെ പോസ്റ്റർ ഉണ്ട്, തംബ്നെയിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിൻ്റെ ഡോക്ക് ചെയ്യാൻ പറ്റും, വൈറ്റ് ബോർഡ് ചെയ്യാം, ചെയ്യേണ്ട പോസ്റ്റ് ചെയ്യാം, പ്രസൻറ്റേഷൻ ചെയ്യാം, വീഡിയോ ക്രിയേറ്റ് ചെയ്യാം, പിന്നെ കസ്റ്റമായിട്ട് എന്ത് വേണോ ചെയ്യാം. നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാൻ എന്ത് വേണോ ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാനാണെങ്കിൽ ഇവിടെ പെയ്ഡ് അല്ല എടുത്തേക്കുന്നത്, ഞാൻ അല്ലാത്ത ക്യാൻവയാണ് ഉപയോഗിക്കുന്നത്. എനിക്കതിൽ തന്നെ ഒരുവിധം അത്യാവശ്യപ്പെട്ട എല്ലാ വർക്കും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊരു ട്യൂട്ടോറിയൽ പോലെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്നൊരു ഐഡിയ കിട്ടും. ഞാൻ അതിന് വേണ്ടി ആദ്യം തന്നെ പോസ്റ്ററിൻ്റെ സെക്ഷൻ എടുത്തിട്ടുണ്ട്. പോസ്റ്റർ ഇവിടെ ഒരു ബ്ലാങ്ക് പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുറേ ടെംപ്ലേറ്റ്സ് ഇപ്പോൾ വരും. ടെംപ്ലേറ്റ്സിൽ നിന്ന് ഏതെങ്കിലും ചൂസ് ചെയ്തിട്ട് അതിൻ്റെ എഡിറ്റ് മാത്രം വേണമെങ്കിൽ ചെയ്യാം. ഇതാണ് ഞാൻ ഇപ്പോൾ ഒരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്തതാണ്. വെറുതെ ചൂസ് ചെയ്ത ഒരു ടെംപ്ലേറ്റ് ആണ്. ഇതിൽ തന്നെ ഇനി ഫർദർ എഡിറ്റിംഗ് വേണമെങ്കിൽ ചെയ്യാം. ഇത് മാറ്റാം, ഈ ഫോട്ടോ മാറ്റാം, ഈ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം, ഈ വൈറ്റ് എടുത്ത് മാറ്റാം. ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഈ ഡിസൈനിൽ പോയിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ നമ്മുടെ സന്ദർഭം, നമുക്കിപ്പോൾ എന്തിൻ്റെ പോസ്റ്ററാണോ വേണ്ടത് അതിൻ്റെ ഇവിടെ അടിച്ചു കൊടുത്താൽ അതിനനുസരിച്ചുള്ള ഇതിൽ ഇൻബിൽഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് കിട്ടും. അതിൽ നമുക്ക് വേണമെങ്കിൽ ഫർദർ എഡിറ്റിംഗ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഇനിയല്ല നമുക്ക് പുതുതായിട്ട് ഒരെണ്ണം ചെയ്യാനാണെങ്കിൽ അതെങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം ഇത് ഞാൻ ആദ്യം ഡിലീറ്റ് ചെയ്യുകയാണ്. ഞാൻ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഇതിലാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഇവിടെ ഇന്നിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്പേസ് വീക്കിൻ്റെ ഒരു പോസ്റ്ററാണ്. ഒരു സ്കൂളിന് വേണ്ടിയൊക്കെ ചെയ്യുന്ന ഒരു പോസ്റ്റർ കോമ്പറ്റീഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു പോസ്റ്റർ പോലത്തെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നായിരിക്കും അത് നോക്കണം. അപ്പോൾ സ്പേസ് ആണ് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് എന്ന സ്ഥിതിക്ക് ഇതിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് നേരെ ഗൂഗിളിലോട്ട് തന്നെ പോകാം. ഗൂഗിളിൽ പോയിട്ട് സ്പേസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് വല്ലതും അടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പടം എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. ഇതിൽ പോയി സേവ് ഇമേജ് കൊടുത്താൽ മതി. അല്ലാതെ നമുക്ക് ഫോണിൽ വേണമെങ്കിലും ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഫോണിൽ വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തിടാം. ഞാനിത് സേവ് ചെയ്ത് കൊടുത്തു. ഈ ആപ്പ് നമുക്ക് ഫോണിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഇതിൽ നിന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. ഇതിൽ നിന്ന് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവിടെ പോയി അപ്ലോഡ് ഫയലിൽ പോയിട്ട് അതെവിടെയാണോ കിടക്കുന്നത് അവിടെ പോയി എവിടെയാണോ കിടക്കുന്നത് അവിടെ നിന്ന് ഇതിലോട്ട് എടുത്ത് ഇടണം. ഇതാണ് നമ്മളെ പടം ഓപ്പൺ ആയി കൊടുക്കുക. അപ്പോൾ എന്താ ഇവിടെ ഇങ്ങനെ വരും. ഇവിടെ അപ്ലോഡിംഗ് എന്ന് കാണിച്ച് ഇവിടെ പടം വരും. പറഞ്ഞ വെച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇത് ഇവിടെ വരും. ഇനി ഇവിടെ അപ്ലൈൻ്റെ ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്താൽ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പടം അപ്ലൈ ആവും. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മളിപ്പം വെച്ചു. ഇനി സ്പേസ് അല്ലേ, ഇനി സ്പേസ് നമുക്ക് മെയിനായിട്ട് എല്ലാവർക്കും എർത്തായിരിക്കുമല്ലോ ആവശ്യം. നമുക്ക് കുറച്ച് എർത്തും മൂണും ഒക്കെ കൂടെ അതിൻ്റെ പടം കൂടെ എടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ നിന്ന് തന്നെ പോവാം. അതായത് ഇവിടെ എലമെൻസിൽ പോവാം. എലമെൻസിൽ എന്ത് ചെയ്യാം, സണ്ണെന്ന് അടിച്ചു കൊടുത്താൽ ചിലപ്പോൾ ഉറപ്പൊന്നുമില്ല, നമുക്കൊന്ന് നോക്കാം. സണ്ണെന്ന് കൊടുത്താൽ സണ്ണിൻ്റെ പടം വരുമായിരിക്കും. ഇതാ ഇവിടെ തന്നെ സണ്ണിൻ്റെ പടം കിട്ടും. കണ്ടിട്ട് സണ്ണാണെന്ന് തോന്നുന്നില്ല. എന്തായാലും നമുക്കിത് എടുക്കാം. ഞാനിതെടുത്തു, ഇവിടെ വെച്ചു. നമുക്ക് ഇത് സണ്ണായിട്ട് തോന്നുന്നില്ല. എന്ത് പറ്റി, സണ്ണിൻ്റെ ഒരു തേജസ് ഒന്നും ഇല്ലല്ലോ അതിൻ്റെ ഇതിൽ കാണാൻ. അപ്പം നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഗ്രേഡിയൻ്റ് കൊടുക്കാം. ഗ്രേഡിയൻ്റ് നൽകുമ്പോൾ ഗ്രേഡിയൻ്റ് കിട്ടി. ഇനി നമുക്ക് കുറച്ച് വലുതാക്കി അതിൻ്റെ സെൻറ്ററിലോട്ട് വെച്ച് കൊടുക്കാം. സൂര്യൻ്റെ ഒരു ചെറിയ പ്രകാശമൊക്കെ കിട്ടുന്നില്ലേ ഇപ്പം. ഇനി ഇതിൻ്റെ കളർ വേണമെങ്കിൽ നമുക്കൊന്ന് ഡാർക്ക് ഓറഞ്ചിലോട്ട് വല്ലതും മാറ്റി കൊടുക്കാം. ഒത്തിരി കൂടിപ്പോയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇപ്പം ബാക്കിലുള്ള സൂര്യനെ കാണാൻ പറ്റുന്നില്ല.
കളർ മാത്രമായി പോയില്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് ലെയറിലോട്ട് പോവാം. ലെയർ ഷോ ലെയർ കൊടുത്താൽ നമുക്ക് ഇതുവരെ എന്തൊക്കെ ചെയ്തു എന്ന് കാണിക്കും. ഇതിൽ നമ്മളിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഈ പൊസിഷനിൽ പോകുമ്പോൾ ഇവിടെ അറേഞ്ച് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ ലെയറിൻ്റെ ഓപ്പോസിറ്റ് അടുത്ത് തന്നെയായിട്ട് ഈ അറേഞ്ച് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഫോർവേഡ് കൊടുത്താൽ നമ്മൾ ബാക്കിൽ കിടക്കുന്ന പടം ഫ്രണ്ടിലായിട്ട് വരും. അപ്പോൾ നമുക്കൊരു സൂര്യൻ നിൽക്കുന്നതായിട്ട് കാണാം. അതിൻ്റെ ഒരു ലൈറ്റും ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്. അതിൻ്റെ ഇത് വേണമെങ്കിൽ കൂട്ടി കൊടുക്കണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് വയ്ക്കാം. ഇനി അടുത്ത് വേണ്ടത് എർത്താണ്. നമുക്ക് എർത്ത് അടിച്ചു കൊടുക്കാം. ഇതെൻ്റെ ഇഷ്ടത്തിന് ഞാൻ വയ്ക്കുന്നതാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരുടേതായ ഇതിൽ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. എന്താ ഇപ്പോൾ അടുത്ത് എർത്തെടുത്തു. എർത്തിൻ്റെ കുറച്ച് ഭാഗം കാണിക്കുന്ന രീതിയിൽ ഞാൻ മാക്സിമം ഇത്തിരി വലിയ രീതിക്ക് തന്നെ വെച്ചു. എർത്ത് കാണാൻ പറ്റി. ഇനി നമ്മളിവിടെ കുറേ സാറ്റലൈറ്റിനെയൊക്കെ നമ്മൾ അയച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ അതിലേതെങ്കിലും കുറച്ച് സാറ്റലൈറ്റിനെയും കൂടെ ഇവിടെ കാണിക്കുന്ന വെച്ചിട്ട് സാറ്റലൈറ്റിനെയും കൂടെ ആഡ് ചെയ്യാം. സാറ്റലൈറ്റ് സ്പേസ് ഇങ്ങനെ കുറേ സാറ്റലൈറ്റ് ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക് ചെറുതാണ് പടമാണെന്നൊക്കെ. പക്ഷെ നമ്മളതിനെ നല്ല ചെറുതാക്കിയായിരിക്കും ഇവിടെ വയ്ക്കുന്നത്. ഈ സൂര്യനും ഭൂമിയൊക്കെ ഇത്രയാണെങ്കിൽ അതിനനുസരിച്ച് ചെറിയൊരു ഡീറ്റെയിലിങ്ങിന് വേണ്ടി മാത്രം കൊടുക്കുന്നതായിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ആരും അങ്ങനെ ശ്രദ്ധിക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഞാൻ കളിപ്പാട്ടമായിട്ട് തോന്നുന്ന പരിധിയൊന്നും വയ്ക്കാതിരിക്കുന്നില്ല. ഞാൻ ഇവിടെ വച്ചിട്ടുണ്ട്. ഇനി ഇതല്ലാതെ ഞാൻ എന്ത് ചെയ്യാം, ഒരു 3 കൂടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. 3 അടിക്കുന്നു. 3ൻ്റെ പടം കിട്ടി. അപ്പം ഞാൻ 3നെയും കൂടെ എടുത്ത് ഇവിടെയായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. 3ലും ഞാൻ ഇവിടുത്തെ ഗ്രേഡിയൻറ്റിൽ തന്നെ ഒരു കോപ്പി എടുത്തു 3ലോട്ട് വെച്ച് എന്നിട്ട് അതിൻ്റെ കളർ എന്താക്കി കൊടുക്കുക, വൈറ്റ് ആക്കി കൊടുക്കുവാണ്. 3നും ഒരു ചെറിയ ലൈറ്റ് വന്നു. നല്ല ചെറുത് തന്നെ ആക്കാം. ഇതൊന്ന് വലുതാക്കിയിട്ട് നല്ല ചെറിയ ലൈറ്റിൽ അതൊന്നിങ്ങനെ നിൽക്കും. നമ്മൾ ഇത്രയും സെറ്റ് ചെയ്തു. സാറ്റലൈറ്റ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ നമ്മൾ സെറ്റ് ചെയ്തു. ഞാനാണെങ്കിൽ അടുത്ത് സെറ്റ് ചെയ്യാൻ പോകുന്നത് കുറച്ച് സാറ്റലൈറ്റും കൂടെ ഞാൻ ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് എനിക്ക് ഇതിൽ കിടക്കുന്ന ഒരു സാറ്റലൈറ്റും വേണ്ട. അപ്പം ഞാൻ പുതിയ കുറച്ച് സാറ്റലൈറ്റ് എടുക്കണമെന്ന് വെച്ചു. അതിന് മുമ്പേ നമുക്ക് 3 സാറ്റലൈറ്റും കൂടെ ആഡ് ചെയ്തു. 3 സാറ്റലൈറ്റും കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് വേറെയിലോട്ട് പോകാം. 3 പറ്റിയ ഒരു സാറ്റലൈറ്റ് ചെയ്തെടുക്കാം. 3 കൂടെ വെച്ച് കൊടുക്കാം. 3 അടിച്ച് ഇത് 3 സാറ്റലൈറ്റ് ആണെന്ന്. ഇനി എനിക്ക് നല്ലൊരു സാറ്റലൈറ്റ് ഇനിയും വേണം. ഒരു നല്ല കാണാൻ ഇത്തിരി ഒറിജിനാലിറ്റി ഉള്ള ഇത്തിരി വലുതായിട്ട് വയ്ക്കാൻ പറ്റിയ 2 സാറ്റലൈറ്റ് വേണമെങ്കിൽ ഞാൻ ഇതിൽ പോയി ഗൂഗിളിൽ തന്നെ ഞാൻ ഇവിടെ തന്നെ എനിക്ക് ഇഷ്ടംപോലെ സാറ്റലൈറ്റിൻ്റെ ഇമേജ് കിട്ടും. പക്ഷെ ഇതെല്ലാം നമുക്ക് ഇതേപോലെ വയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് നല്ല രീതിക്ക് കാണാൻ പറ്റുന്ന രീതിക്കുള്ള ഞാൻ 2 സെലക്ട് ചെയ്യണം. അതിൽ നിന്ന് ഇവിടെ നിന്ന് ഏതെങ്കിലും സെലക്ട് ചെയ്താലോ. ഇവിടെ നിന്ന് നോക്കട്ടെ, ഇതിലേതെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റിയതുണ്ടോ എന്ന് നോക്കാം. ഇല്ല. അപ്പം ഞാനാണെങ്കിൽ ഇതിലോട്ട് വിസിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കുറേ സാറ്റലൈറ്റിൻ്റെ പടം കാണാം. ഇത് കൊള്ളാം. ഞാൻ എന്ത് ചെയ്തു, സേവ് ഇമേജ് കൊടുത്തു. അതിനെ സേവ് ചെയ്യുകയാണ്. ഇപ്പോൾ എവിടെയാണ് സേവ് ആവുന്നത്? ഞാൻ പിക്ചേഴ്സിൽ സേവ് കൊടുത്തു. അതവിടെ സേവായി. ഇനി അടുത്ത് ഞാനാണെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സാറ്റലൈറ്റും കൂടെ എടുത്ത് കാണിച്ചു തരാം.
ഇതെല്ലാം ഐ വേണം. നമുക്ക് ഇതിൽ നിന്ന് ബാക്ക് പോവാം. അപ്പം ഞാൻ ഇത് ക്ലോസ് ചെയ്തു, സൈറ്റ് പോയി, സാറ്റലൈറ്റ് പോയി, ഇമേജ് പോയി. ഇമേജ് ഇവിടെ കൂടെ തന്നെ ഒരു ക്ലിപ്പ് പാത്രം കൂടെ അടിച്ചു കൊടുക്കാം. ഇത് വലിയ ക്വാളിറ്റി ഇല്ല. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ സ്പേസ് സ്റ്റേഷൻ എന്ന് കൊടുക്കുവാണ്. സ്പേസ് സ്റ്റേഷൻ എന്ന് കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പടം നമുക്കൊന്ന് നോക്കി നോക്കാം. സ്പേസ് സ്റ്റേഷൻ എന്ന് കൊടുത്തപ്പോൾ ഇങ്ങനെ കുറേ പടങ്ങൾ നമുക്ക് കിട്ടി. അപ്പം ഞാൻ ഇനി ഇതിൽ നമ്മൾ അടുത്ത് ചെയ്യാനുള്ളത് ഏതെങ്കിലും ഒരു പടം നല്ലത് നോക്കി പറഞ്ഞാൽ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എന്താ ഇപ്പോൾ ഈ പടം സെലക്ട് ചെയ്തു. ഇതിനെന്ത് ചെയ്തു, ഞാൻ ഡൗൺലോഡ് കൊടുത്തു, സേവ് എസ് കൊടുത്തു. എനിക്കിപ്പോൾ ഇമേജ് സേവായി. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ, ഈ ഇമേജിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ എനിക്ക് ആ ബാക്ക്ഗ്രൗണ്ട് വേണ്ട. അപ്പം ഞാൻ ബാക്ക്ഗ്രൗണ്ടിനെ കളയാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് റിമൂവർ കൊടുത്തു. ഇത് ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കാൻ ഞാൻ 2 പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പം ഞാനിപ്പോൾ രണ്ടാമത്തെ എടുത്ത് അപ്ലോഡ് കൊടുക്കുകയാണ്. ഇതെല്ലാം നമുക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ഫോണിൽ ഉപയോഗിക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ഫോണിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതെല്ലാം. അപ്പം ഞാൻ എന്താ ഇവിടെ അടുത്ത പടം, അതിൽ ഇത് ബാക്ക്ഗ്രൗണ്ട് അല്ല, അത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് ഇപ്പം കിടന്നത്. അത് പോയി കിട്ടി. ഇനി വേണമെങ്കിൽ എനിക്കിതാ ഇതിൽ പോയിട്ട് ഇവിടെ എനിക്ക് ആവശ്യമില്ലാത്ത കട്ട് ചെയ്യാം. എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇനി പോയില്ല എന്നുണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. ഇപ്പോൾ ഒരുവിധം എല്ലാം ഇതിൽ തന്നെ നമുക്ക് പോയി കിട്ടും. അപ്പം നമുക്ക് ഇതിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി അതേപോലെ ഡൗൺലോഡിങ് ആയി. ഇനി അടുത്ത് ഞാൻ ബാക്ക് പോയി ക്ലോസ് ഒന്നും കൂടെ നമ്മൾ രണ്ടാമത് ഡൗൺലോഡ് ചെയ്ത പടം കൂടെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ഇതാണ് നമ്മളെ പടം. ഇത് ഞാനിവിടെ ഇതിലാണെങ്കിൽ നമുക്ക് നല്ല ചേഞ്ച് അറിയാൻ പറ്റില്ല. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് പോയി. പിന്നെ റിഫൈനിൽ പോയിട്ട് ഞാൻ എന്താ ഇവിടെ ഇപ്പം ഞാൻ റീസ്റ്റോർ ചെയ്യണമെങ്കിൽ ഇത് ഞാൻ ഇപ്പോൾ റീസ്റ്റോർ ചെയ്യണം. അപ്പം ഞാൻ ഇത് മാത്രം ഇങ്ങനെ വരച്ചു കൊടുത്താൽ ഇതെന്താ റീസ്റ്റോർ ആവും. എനിക്കത് വേണ്ട. റീസ്റ്റോർ പോലെ നമുക്ക് കിട്ടി. അപ്പം ഞാൻ ഇതിനെ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഇതിൽ ഇപ്പോൾ നല്ല ക്വാളിറ്റി ഒന്നും തോന്നുന്നില്ല. നേരത്തെ കണ്ടപ്പോൾ നല്ല ക്വാളിറ്റി പോലെ തോന്നിയതാണ്. ഇനി ഇത് എന്തായാലും നമ്മൾ ചെറുതായിട്ടാണ് വയ്ക്കാൻ പോകുന്നത്, അതുകൊണ്ട് ആ പ്രശ്നം വരത്തില്ല. നമുക്ക് ഇനി പ്രോജക്ട്സിലല്ല അപ്ലോഡിൽ പോവാം. ഇനി ഇപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്ത 2 പടവും നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് അപ്ലോഡ് ചെയ്തെടുക്കാം. ഞാൻ 2 സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുത്തു. ഇതിൽ നമ്മളെ പടം ആഡ് ആവും. എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പടം നമ്മൾ ആഡ് ആയിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തു ചെറുതാക്കി ഒന്ന് റൊട്ടേറ്റ് ചെയ്തു. ഇത്രയും ചെറുതാക്കിയാൽ പോരാ, ഇതൊക്കെ ചെറുതാക്കി ഇവിടോട്ട് അങ്ങ് വെച്ച് കൊടുക്കുവാണ്. ഇനി അതേപോലെ തന്നെ അടുത്തത് ആഡ് ചെയ്തു വലുതായിട്ട് തന്നെ ഇത് ഇവിടെ പ്ലേസ് ചെയ്യുകയാണ്. ഇത് കാണുമ്പോൾ നമുക്കിപ്പോൾ ചെറുതായിട്ടൊക്കെ സ്പേസിൻ്റെ ഫീലൊക്കെ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഞാനിപ്പോൾ കുറച്ച് സാറ്റലൈറ്റ് ഇവിടെയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ എനിക്കിതിൻ്റെ പുറത്ത് റൈറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഇത്രയും ബ്രൈറ്റ് ആയിട്ട് എന്നാൽ എനിക്ക് റൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനാണെങ്കിൽ ഇവിടെ തന്നെ വീണ്ടും പോയി റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് റെക്റ്റാങ്കിൾ വന്നു. ഞാനിത് നേരെ ഈ പേജിൻ്റെ മുകളിലോട്ട് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുവാണ്. ഇതിൻ്റെ കളർ ഞാൻ മാറ്റി ബ്ലാക്ക് ആക്കിയതിന് ശേഷം അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ നേരത്തെ ചെയ്ത പടം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി എനിക്ക് ഇത് കണ്ടിട്ട് എനിക്ക് സൂര്യനെ അങ്ങോട്ട് പിടിച്ചില്ല, ഈ ഭൂമിയൊന്നും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത് ഒന്നും കൂടെ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തു. ഇതേപോലെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്. മൂണിന് ഇത് കൊടുക്കാൻ മറന്നു. ഞാൻ അതും കൂടെ ഒന്ന് കൊടുത്തിട്ട് വരാം. ഇതിനൊന്ന് ആദ്യം ഡിലീറ്റ് ചെയ്യുവാണ്. ഡിലീറ്റ് ചെയ്തിട്ട് ഇത് കോപ്പി ചെയ്യുകയാണ്. ഇത് ഇങ്ങോട്ട് വന്നു.
പേസ്റ്റ് ചെയ്തിട്ട് ഇത്രയൊന്നും എനിക്ക് വേണ്ട, അതുകൊണ്ട് ഞാൻ ബാക്കിലോട്ടാക്കി. എന്നിട്ട് ഇതിൻ്റെ പൊസിഷൻ എടുത്ത് ഇതിനെ ഒന്ന് ബാക്ക് ആക്കുവാണ്. മറ്റേ നമ്മളെ ഫ്രണ്ടിലൊരു ബ്ലാക്ക് സാധനമുണ്ട്, അപ്പോൾ അതിൻ്റെ ബാക്കിലോട്ടാണ് ആക്കിയത്. അപ്പം അതൊന്ന് ചെറുതായിട്ട് മങ്ങി നിൽക്കും. ഇതെനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാനിത് ഒന്നും കൂടെ റീവർക്ക് ചെയ്തതാണ്. ഇതേ പ്രൊസീജിയർ തന്നെയാണ് ചെയ്തത്. ഈ ഭൂമിയെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ സാറ്റലൈറ്റിൽ ഇവിടുത്തെ ഈ സാറ്റലൈറ്റിന് പകരം കുറച്ചും കൂടെ നല്ലൊരു പടം ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിയെല്ലാം സെയിം ആണ്. പിന്നെ ഇപ്പോൾ ഈ ലൈറ്റും കൂടെ ആഡ് ചെയ്തത്. ഇവിടുത്തെ ഇതിൻ്റെയൊക്കെ സൈസ് ഞാനൊന്ന് ഒറിജിനാലിറ്റി പറഞ്ഞ രീതിയിലൊന്ന് ചെറുതാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് പോസ്റ്ററിൽ വലിയ രീതിയിൽ കാണാൻ പറ്റത്തില്ല. പോസ്റ്റർ ആയി കഴിയുമ്പോൾ ഞാൻ ഇതിനെയൊക്കെ ഒന്ന് മാറ്റി പുതുതായിട്ടൊക്കെ എടുത്തു. ഇവിടെ റോക്കറ്റിനെയൊക്കെ വെച്ച് കൊടുത്തു, ഇവിടെ ഒരു ആളിനെയൊക്കെ വെച്ച് കൊടുത്തു. അത് നമുക്ക് നല്ല സൂം ചെയ്താലേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇത്രയൊന്നും ആരും സൂം ചെയ്തൊന്നും നോക്കത്തില്ല. പിന്നെ എൻ്റെ ഒരു ഇതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ആളിനെയൊക്കെ വെച്ച് കൊടുത്ത്, അതിൻ്റെ താഴെ ഒരു റോക്കറ്റൊക്കെ വെച്ച് കൊടുത്ത് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാനത് ചെയ്തതാണ്. ഞാനിതിനങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണ്. പിന്നെ ഇതിൽ വർക്ക് ചെയ്യാം. സെയിം സാധനം നമ്മൾ തന്നെയാണ് ചെയ്തത്. ഇതിൻ്റെ ബാക്കിലൊരു ഈ വൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഇതൊന്നും സെലക്ട് ആവാത്തത്. ഇതെല്ലാം ഇൻഡിവിജ്വൽ പടങ്ങൾ തന്നെയാണ്. എന്നിട്ട് ഞാൻ ഇവിടെ നേരത്തെ പറയാത്തതിൽ ഇവിടെ ഒരു ബ്ലാക്ക് ഗ്രേഡിയൻറ്റും കൂടെ കൊടുത്തു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് ഇവിടെ എലമെൻറ്റിൽ പോയി ഗ്രേഡിയൻ്റ് എന്ന് കൊടുക്കുമ്പോൾ തന്നെ ഗ്രേഡിയൻസ് വരും പലതിൽ. അതിൽ നിന്ന് താഴെ നിന്ന് മുകളിലോട്ട് വരുന്ന ഒരു ഗ്രേഡിയൻ്റാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഈ ഒരു ഗ്രേഡിയൻ്റാണ് ഞാൻ ഇവിടെ വെച്ച് കൊടുത്തത്. എന്നിട്ട് അതിൻ്റെ കളറ് കുറച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. നമുക്ക് പഴയതുപോലെ ആക്കാം. ഇനി ഇതിലാണ് നമ്മൾ അടുത്ത് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? നമുക്ക് സ്കൂളിലാണെങ്കിൽ സ്കൂളിൻ്റെ പേരും എംബ്ലവും ഒക്കെ വെച്ച് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഈ വേൾഡ് സ്പേസ് വീക്ക് എന്ന് ഇവിടെ അടിച്ചു കൊടുക്കണം. പിന്നെ എന്ത് ചെയ്യണം, ഡേറ്റ് വയ്ക്കുക, പിന്നെ എന്താണ് പരിപാടി എന്ന് വയ്ക്കുക, പിന്നെ പോസ്റ്റർ ആണെങ്കിൽ ഇതെങ്ങനെയാണ് പോസ്റ്ററിൻ്റെ ക്രൈറ്റീരിയ വയ്ക്കുക, പിന്നെ എന്തൊക്കെയാണ് അവിടെ പരിപാടി നടക്കുന്നത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഒരു ഇതും കൂടെ അടിച്ചു കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ChatGPT സഹായം ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ ഇതിലോട്ട് പോയി ഇതിൽ പോയിട്ട് നമുക്ക് ChatGPT അടിക്കാം. ഇപ്പം ഞാൻ അടിച്ചു കൊടുത്ത സ്പെല്ലിംഗ് ഒന്നും ആരും നോക്കണ്ട. അങ്ങനെ സ്പെല്ലിംഗ് ഒന്നും വലിയ കാര്യമൊന്നുമില്ല. ഇതിൽ എന്ത് അടിച്ചു കൊടുത്താലും നമുക്ക് ആൻസർ കിട്ടും. അപ്പം എത്രയും പെട്ടെന്ന് അടിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ സ്പെല്ലിംഗ് ഒന്നും നോക്കാതെ അടിച്ചതാണ്. അപ്പോൾ ഇതിൽ കുറേ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. എക്സ്പ്ലോർ, ഇത് യൂണിവേഴ്സ്, ഡിസ്കവറി, ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ എന്താണ് ഇവൻ്റ് എന്നൊന്നും പറയാത്തതാണ് ഇങ്ങനെ വന്നത്. നമ്മളിതിൻ്റെ ഫുൾ ഡിസ്ക്രിപ്ഷൻ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള എല്ലാ എന്തൊക്കെ വയ്ക്കണം, എങ്ങനെയൊക്കെ വയ്ക്കണം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് അവർ തന്നെ തരും. അതും കൂടെ നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് വീണ്ടും നമ്മളെ ഇതിലോട്ട് പോവാം. ഇനി ആദ്യം ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ തന്നെ സിമ്പിളാണ്. സ്കൂളിൻ്റെ സിമ്പിളിനും പേരിനും ഒക്കെ പകരം ഞാൻ ഇപ്പം നമ്മളെ ഇതിൻ്റെ തന്നെ സിമ്പിൾ അക്കാഡമിയുടെ ലോഗോയും പേരുമായിരിക്കും മുകളിൽ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സിമ്പിൾ അക്കാഡമിയുടെ ലോഗോയും പേരും ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അടുത്ത് നമുക്ക് കൊടുക്കേണ്ട വേൾഡ് സ്പേസ് വീക്ക് എന്നാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ടൈപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ടെസ്റ്റ് എടുത്തു, ഹെഡിങ് എടുത്തു. അത് നമുക്ക് ഏത് വേണം ചൂസ് ചെയ്യാം. ഞാൻ ഇവിടെ വേൾഡ് സ്പേസ് വീക്ക് ഒന്ന് കൊടുത്തു. ഇനി എനിക്കിത് ഫുള്ള് ക്യാപിറ്റലാക്കണം. അതിനായിട്ട് ഞാനിവിടെ C-more കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അപ്പർ കേസ്. അത് കൊടുത്താൽ എന്താവും, അതെല്ലാം ക്യാപിറ്റലാവും. ഇനി ഞാൻ ഇതിനൊന്ന് ചെറുതാക്കി നമുക്ക് ഇതിനെന്താ ഇവിടെ നടുക്കോട്ട് വയ്ക്കാം. ഇത് കാണുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ പല ഫോണ്ടുകളും ഒക്കെ അപ്ലൈ ചെയ്യാം. പിന്നെ ഇത് സെൻറ്റർ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, ഇവിടെ പോയി പൊസിഷനിൽ പോവുക, പൊസിഷനിൽ സെൻറ്റർ ആക്കി കൊടുത്താൽ അത് അതിൻ്റെ നമ്മൾ എവിടെയാണോ വയ്ക്കുന്നത് അതിൻ്റെ സെൻറ്റർ ആയി പോവും. മിഡിലാണെങ്കിൽ ഇതിൽ തന്നെ പല ഓപ്ഷനും ഉണ്ട്.
ഇവിടെ തന്നെ പല ഓപ്ഷനും ഉണ്ട്. മിഡിൽ ആക്കണമെങ്കിൽ മിഡിലാക്കാം, ടോപ്പ് ആക്കണമെങ്കിൽ ടോപ്പ് ആക്കാം. അത് നമ്മളെ ഇഷ്ടത്തിന് വെക്കാം. അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ കറക്റ്റ് വിഡ്ത്തും എത്രയൊക്കെ വേണമെന്ന് കൊടുത്താൽ അത് അങ്ങനെയും വരും. ബാക്ക് ഫ്രണ്ടൊക്കെ ഞാൻ നേരത്തെ കാണിച്ചു തന്നതാണ്. അതിന് വേണ്ടിയാണ്. ഇതിൻ്റെ ബാക്കിലോട്ടാണ് ഇപ്പോൾ ഇതിനെ ഏറ്റവും ബാക്കിൽ കൊണ്ടുപോകണമെങ്കിൽ ബാക്ക് കൊടുക്കാം. ഇതാ നേരത്തെ കൊടുത്ത് ഇത് അതിൻ്റെ ഫ്രണ്ടിൽ വരും. ഇതിൻ്റെ ഓരോ സാറ്റലൈറ്റ് ആയിട്ട് അതിൻ്റെ നമ്മൾ ആഡ് ചെയ്ത ഓർഡറിലായിരിക്കും ബാക്കൊക്കെ പോകുന്നത്. ഇതിനെ ഫോർവേഡ് കൊടുത്താൽ ഇത് ഏറ്റവും ഫ്രണ്ടിലായിട്ട് വരും. ടു ദി ഫ്രണ്ട് കൊടുത്താൽ ഒറ്റയടിക്ക് എന്ത് ചെയ്യും, നേരെ ഫ്രണ്ടിൽ വരും. ഇപ്പോൾ ഇവിടെ സ്പേസ് വീക്കിൻ്റെ എല്ലാം ഫ്രണ്ടിലായി പോയി. അത് അപ്പോൾ ഞാൻ ഒന്ന് ബാക്ക് കൊടുക്കുമ്പോൾ അതെല്ലാം എന്താ ഫ്രണ്ടിൽ കയറി വന്നു. ഓക്കെ, ഇനി അടുത്ത് ഞാൻ കൊടുക്കാൻ പോകുന്നു. ഞാൻ ഇതിനെ തന്നെ ഒന്നും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ചെറുതായിട്ട് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് കീ വെച്ചൊന്ന് ചെറുതായിട്ട് നീക്കി കൊടുക്കുവാണ്. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഇവിടെ ഞാൻ എന്താ വീണ്ടും ഇവിടെ പോയി ലെയറിൽ പോയി ബാക്കിൽ കിടക്കുന്നതിനെ സെലക്ട് ചെയ്ത്, എന്നിട്ട് അതിൻ്റെ കളറ് ഇവിടെ പോയാൽ നമ്മൾ കളർ ചൂസ് ചെയ്യാം. ഇതിൻ്റെ ബാക്കിലുള്ളതിൻ്റെ കളറ് നമ്മൾ ലൈറ്റ് ആക്കി കൊടുക്കുന്നതനുസരിച്ച് ഇപ്പം നമുക്ക് ഇവിടെ ഒരു വ്യത്യാസം തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഫില്ല് കൊടുത്ത് നോക്കാം. ഇതാ ഇപ്പം കണ്ടില്ലേ, ഫുൾ വൈറ്റ് കൊടുത്താൽ ഇതായിരിക്കും വൈറ്റ്. ഇനി ഞാൻ ഇതിനെ ഇങ്ങനെ ബാക്കിലോട്ട് കുറച്ച് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് അതിനെ എസ്തെറ്റിക് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഐഡൻറ്റിഫൈ കൊടുത്താൽ ഈ ലെവലിൽ ഇത് ഇങ്ങനെ ഇരിക്കും. ഇതല്ലാതെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് പല ഓപ്ഷനും ഉണ്ട്. ഇവിടെ ടെസ്റ്റ് തന്നെ ടെസ്റ്റ് ചൂസ് ചെയ്താൽ ഒരു മിനിറ്റ് ഗൈസ്. ഇവിടെ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട്, കോപ്പറേറ്റ് ഉണ്ട്, അതേപോലെ പലതും ഉണ്ട്. ഇവിടെ ഡിസ്പ്ലേ ഉണ്ട്, ഹെഡിങ് ഉണ്ട്, അങ്ങനെ പാരഗ്രാഫ് ഉണ്ട്. നമുക്ക് ഏത് വേണമെന്ന് വെച്ചാൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. വിൻറ്റേജ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നമുക്ക് ചൂസ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടിൽ ചൂസ് ചെയ്തെടുക്കാം. അല്ലാതെ ഞാൻ ഇപ്പം ഈ ചെയ്തത് തന്നെ നമുക്ക് ഇതിലും ചെയ്യാൻ പറ്റും. അതിൽ എഫക്ട്സിൽ പോവുക. എഫക്ട്സിൽ പോകുമ്പോൾ എന്താ ഇവിടെ ഉണ്ട്, ഇത് ചൂസ് ചെയ്യാം. ഇങ്ങനെ ഇതിൽ ചൂസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് തന്നെ നമ്മളിത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കളർ മാറ്റാനും അതിനുമൊക്കെ പറ്റും. കളർ മാറ്റാനും അതിൻ്റെ ട്രാൻസ്പാരൻസി സെറ്റ് ചെയ്യാനും എല്ലാം പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെ കർവിലൊക്കെ എഴുതണമെങ്കിൽ അതിൽ കർവ് ചൂസ് ചെയ്താൽ അതാ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ മാത്രമാണ് സെലക്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഫ്രണ്ടിലത്തെ ഇങ്ങനെ കർവായിട്ട് വന്നത്. ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കോട്ട് ഇതിൻ്റെ മുകളിൽ അടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാൻ വീണ്ടും ടെക്സ്റ്റ് ബോക്സിലോട്ട് വന്ന് ഇതിൽ ഞാൻ ചെറിയ ഒരു സെലക്ട് ചെയ്ത് എന്നിട്ട് ഞാൻ എന്താ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്ക് അടിച്ചിട്ട് എന്താ ഇവിടെ ഇത് സെലക്ട് ചെയ്ത് കൊടുത്തു. നേരത്തെ പോലെ തന്നെ ഇവിടെ എന്ത് പോയി ക്യാപിറ്റലാക്കി. എന്നിട്ട് ഇതിനെ ഞാൻ നല്ല ചെറുതാക്കി ഇതിൻ്റെ നടുക്കോട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇതിൻ്റെ നടുക്കോട്ട് പ്ലേസ് ചെയ്ത് കൊടുത്തു. നടുക്കാണെന്ന് ഉറപ്പായില്ലെങ്കിൽ നമുക്ക് വേറെ നേരത്തെ പോലെ ഇതിൽ പോയി സെൻറ്ററാക്കി കൊടുത്താലും മതി. എങ്ങനെ വേണം നമുക്ക് ചെയ്യാം. പിന്നെ ഈ മൗസിലായതുകൊണ്ട് തന്നെ അതിങ്ങനെ ആക്കി ഇതിനെല്ലാം ഗ്രൂപ്പ് ചെയ്യാനും പറ്റും. ഇങ്ങനെ ആക്കി ഗ്രൂപ്പ് ചെയ്താൽ പിന്നെ ഇത് എല്ലാം ഒരുമിച്ച് നീക്കാനും പറ്റും. പക്ഷെ ഇവിടെ ഞാൻ ഇത്രയും സാധനങ്ങൾ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ലാപ്പിൽ ഗ്രൂപ്പ് ചെയ്യാൻ പാടാണ്. നമുക്ക് ഫോണിലാണെങ്കിൽ ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് എളുപ്പം ചെയ്യാം. അപ്പോൾ അവസാനം ഞാൻ ഫോണിൽ എങ്ങനെയാണെന്നും കൂടെ ഒരു കാണിച്ചു തരാമെന്നായിരിക്കും. ഫോണിലും ലാപ്പിലും കൂടെ വെച്ച് ഒരുമിച്ച് വേണമെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യാം. ചിലത് ചെയ്യാൻ ഗൈസ്, ഇതാണ് നമ്മൾ ഫൈനലായിട്ട് ഇതെങ്ങനെയാണ് ചെയ്തെടുത്തത് എന്നുള്ളത്. ഇതിൽ ഞാനിപ്പം നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തത്. ഇനി ഇത് അതിന് ശേഷം ഞാൻ ആഡ് ചെയ്ത് കാണിച്ചിരുന്നു. ഇതൊന്നും ആഡ് ചെയ്ത് ഞാൻ കാണിച്ചില്ല. ഇതിപ്പം ഞാൻ ചുമ്മാ ഗൂഗിളിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അത് വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. ഇവിടെ തന്നെ വേറൊന്നുമില്ല. ഇവിടെ ഡേറ്റ് കുറച്ച് 2-3 ദിവസത്തെ ഡേറ്റ് വെച്ചിട്ടുണ്ട്.
ഒരു തീം പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു പോസ്റ്റർ മേക്കിങ്, ക്വിസും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സ്കൂളിലത്തേക്ക് ഒരു പോസ്റ്റർ ചെയ്യണത് പോലെ. ഇതെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നത്, ChatGPT തന്നെ എടുത്തതാണ്. അതിനനുസരിച്ച് ഞാനിത് കോപ്പി പേസ്റ്റ് തന്നെ ചെയ്തിട്ടുള്ളൂ. ഇവിടെയും കോപ്പി പേസ്റ്റ് ആണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കാരണം ഇവിടെ ഇത് ഒരു പോയിന്റ് ആണ്. ഇതിന്റെ പോയിന്റ് ഇവിടെ ഇതിന്റെ ബുള്ളറ്റിങ്സ് ആണ് ഞാൻ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഡെവലപ്പിന്റെ അതേ സ്ഥലത്ത് തന്നെ ഈ ക്ലൈമറ്റ് വന്നതിന്. പക്ഷേ ഇതിന്റെ ബുള്ളറ്റിങ് അല്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ മാറി വന്നത്. കോപ്പി പേസ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ മാറി വന്നത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതൊക്കെ ഇവിടെ ഇതിങ്ങനെ ക്രോപ്പ് ചെയ്തിട്ട് ഇതിന്റെ ബുള്ളറ്റിങ് ഇവിടെ കൊടുത്താൽ ഇതേപോലെ ആയിരിക്കും വരുന്നത്. അതാണ് അതിന്റെ വ്യത്യാസം. ഞാൻ വേറെ ഗ്രൂപ്പൊക്കെ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇതിന്റെ അലൈൻമെന്റ് ഫുള്ള് പോണത്. ഇതിനെല്ലാം ഞാൻ ഗ്രൂപ്പ് ചെയ്ത് ഞാൻ രണ്ടായിട്ടൊക്കെ അടിച്ചിട്ട് ഗ്രൂപ്പ് ചെയ്തെടുത്തതാണ്. അതുകൊണ്ടാണ് ഇതിനെ ഞാൻ ഒരെണ്ണം മാറ്റുമ്പോൾ തന്നെ അതിൻ്റെ അലൈൻമെന്റ് എല്ലാം പോകുന്നത്. അപ്പോൾ ഞാൻ ഗ്രൂപ്പ് ചെയ്ത് വെച്ചേക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെ എങ്ങോട്ടാണോ ആവശ്യം അതിനനുസരിച്ച് പെട്ടെന്ന് മാറ്റാനാണ്. ഇത് ഞാനിപ്പോൾ ആർക്കെങ്കിലും ഒക്കെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ സ്കൂളിലത്തേക്ക് ഞാനിപ്പോൾ ഇത് സ്കൂളിലത്തേക്കാണ് ചെയ്തതെങ്കിലും അവർക്ക് ഇത് ഇവിടെ നിന്ന് മാറ്റി അങ്ങോട്ട് വയ്ക്കണം ഇങ്ങോട്ട് വയ്ക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഗ്രൂപ്പ് ചെയ്തിട്ടാൽ എനിക്ക് എളുപ്പമാണ്. എനിക്ക് ഒരുമിച്ച് ഇതിനെ എടുത്ത് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഓരോന്നും എടുത്തിരുന്ന് മാറ്റേണ്ടി വരും. അപ്പം അങ്ങനെയാണ് ഇത് ഫുള്ള് ചെയ്തെടുത്തത്. അവസാനം ഞാൻ ഇത് തന്നെ അതിൽ നേരത്തെ ChatGPT അടിച്ചപ്പോൾ കിട്ടിയതുപോലെ തന്നെ ഒരു സാധനം ഞാൻ ഇതിൻ്റെ അടിയിൽ അവസാനം വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് അത് സിമ്പിളായിട്ട് ഒരു പോസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഹലോ ഗൈസ്, ഇനി നമുക്ക് ഫോണിൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ക്യാൻവ ഓപ്പൺ ചെയ്തു. ക്യാൻവ ഓപ്പൺ ചെയ്യുമ്പം തന്നെ നമുക്ക് ഇവിടെ നമുക്ക് നേരത്തെ കാണിച്ച എല്ലാ സാധനങ്ങളും ഇവിടെയും കാണിക്കുന്നുണ്ട്. ഇനി അടുത്ത് ഇവിടെയാണ് നമ്മളെ ലോഗിൻ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചത് നമ്മളെ പോസ്റ്റർ ഇവിടെ ഉണ്ട്. അതിലാദ്യം സെലക്ട് ചെയ്യാം. അതിൽ നമ്മൾ കയറി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എവിടെയാണോ ചെയ്ത് വെച്ചത് അവിടെ തന്നെയാണ് നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്ന് കാണിക്കാം. ഇതിൽ ആദ്യം തന്നെ നേരത്തെ പോലെ ഇതിനെല്ലാം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മൾ നേരത്തെ എങ്ങനെയാണോ ചെയ്ത് വെച്ചത് അതേപോലെ നമ്മൾ നേരത്തെ ലാപ്പ് ചെയ്തതുപോലെ മൂവ് ചെയ്യാം. ഇനി താഴെയായിട്ട് ഫോണ്ട് ഉണ്ട്. ഫോണ്ടിൽ നമുക്ക് ഇതിൽ പെട്ടെന്ന് തന്നെ വേറെ ഏതെങ്കിലും ഫോണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് കൊടുക്കാം, എഡിറ്റ് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഗാലറി ഉണ്ട്. ഗാലറി നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഗാലറി നേരത്തെ അതിൽ അപ്ലോഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഗാലറിയിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇവിടെ അപ്ലോഡ്, നമ്മൾ നേരത്തെ അതിൽ അപ്ലോഡ് ചെയ്ത സാധനങ്ങളെല്ലാം ഇതിലും നമ്മളെ അപ്ലോഡ്സിൽ വരുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളും വരും. അപ്ലോഡിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളും വരുന്നതായിരിക്കും. നമ്മൾ ലാബിൽ എന്തൊക്കെയാണോ ചെയ്തത് അതെല്ലാം ഇതിൻ്റെ അകത്ത് വരും. പിന്നെ അതേപോലെ ഡ്രോ ഉണ്ട്. ഡ്രോ ഉപയോഗിച്ച് നമുക്ക് ഇതിൽ വേണമെങ്കിൽ എന്തെങ്കിലും വരയ്ക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അത് ഡ്രോ എന്നൊക്കെ പ്രസൻറ്റേഷൻ ടൈമിനൊക്കെയാണ് നമുക്ക് യൂസ് ആവുന്നത്. വേറെ ഡ്രോ കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമില്ല. ഇനി നോക്കിയാൽ പ്രോജക്റ്റ്, നമുക്ക് ഏതെങ്കിലും പ്രോജക്റ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് ആ പ്രോജക്റ്റ് എന്ന് പറയുന്ന സാധനം. ഇനി നമുക്ക് നമ്മളെ എലമെന്റ്സ് എന്ന് പറയുന്നത് ഇതിലും ഉണ്ട്. പിന്നെ ഡിസൈനും ഉണ്ട്. നമുക്ക് ഏതെങ്കിലും പുതിയ ഡിസൈൻ ആഡ് ചെയ്യണമെങ്കിൽ അതിൽ നിന്ന് ആഡ് ചെയ്യാം. ഇതൊക്കെയാണ് നമുക്ക് ഫോണിലുള്ളത്. പിന്നെ നമുക്ക് എല്ലാം എളുപ്പത്തിലെല്ലാം ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യണമെന്ന്, ഡൗൺലോഡ്സിൽ പോയിട്ട് ഇവിടെ ചെന്ന് നമുക്ക് ഏത് ഓപ്ഷൻ വേണോ ആക്കാം. PDF ഉണ്ട്, PPT ഉണ്ട്, MP4 ഉണ്ട്. എല്ലാ ഓപ്ഷനും അവൈലബിൾ ആണ്. നമുക്ക് ആവശ്യമുള്ള ഓപ്ഷനിൽ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. നേരത്തെ ഞാൻ ഇത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യണമെന്ന് കാണിക്കാൻ മറന്നുപോയി. അപ്പം അതും കൂടെ കാണിച്ചു തരാം. ഇവിടെ ഡൗൺലോഡ്സിൽ പോയി ഇവിടെ ഡൗൺലോഡ് ഉണ്ട്. ഡൗൺലോഡ് കയറിയാൽ നമുക്ക് ഇതിനെ ഏത് സ്റ്റാൻഡേർഡ് വേണം നോക്കാം. PDF ആയിട്ട് എടുക്കാം, PDF പ്രിന്റ് ആയിട്ട് എടുക്കാം. പ്രിന്റ് എടുക്കണമെങ്കിൽ ഇത് എടുക്കുന്നതായിരിക്കും ഗുഡ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ വീഡിയോ ഒക്കെ ആണെങ്കിൽ MP4 ഡൗൺലോഡ് ചെയ്യാം. PPT ഒക്കെ ആണെങ്കിൽ പവർ പോയിന്റിലൊക്കെ ആയിട്ട് PPT ആയിട്ട് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് പവർ പോയിന്റിലൊക്കെ നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ചിലതൊക്കെ പവർ പോയിന്റിൽ നിന്ന് ഇതിൽ നിന്ന് എടുത്ത് പവർ പോയിന്റിലോട്ട് പോകുമ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. അത് നമ്മൾ സ്ലൈറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ബാക്കിയെല്ലാം ഓവറോൾ ബാക്കിയെല്ലാം സെയിം ആണ്. ഫോണിലും ഇതിലും കൂടെ ആയിട്ട് ഉപയോഗിക്കാൻ എളുപ്പമാണ്. ഞാൻ മാക്സിമം അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ചില കാര്യങ്ങൾ ലാപ്പിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും, ചിലത് ഫോണിൽ ചെയ്യാനായിരിക്കും. അതിനനുസരിച്ച് നമ്മൾ നോക്കി ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് എളുപ്പം എല്ലാ സാധനങ്ങളും കിട്ടാറുണ്ട്. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് കളയുന്നതായാലും അങ്ങനെ പല ഇതിൽ നമ്മൾ പൈസ കൊടുത്ത് എടുക്കുന്നതിന് പകരം അല്ലാതെ നമുക്ക് ഇതിലെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഗൂഗിളിലേക്ക് ChatGPTയും പിന്നെ അതേപോലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവറും ഗൂഗിളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇതൊക്കെ വെച്ചിട്ട് ഇതിലല്ലാത്ത നമുക്ക് യൂസ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിട്ടേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും. അത്രേ ഉള്ളൂ.
ക്യാൻവയിൽ എങ്ങനെയാണ് ഒരു പോസ്റ്റർ ചെയ്യുന്നതെന്നാണ് കാണിച്ചു തന്നത്. ഇതേപോലെ തന്നെ ഇതിൽ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ പോയിട്ട് പ്രസൻറ്റേഷൻ ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ പ്രസൻറ്റേഷൻ ആണെങ്കിൽ പ്രസൻറ്റേഷൻ തന്നെ ചെയ്യാൻ പറ്റും. പ്രസൻറ്റേഷൻ ചെയ്യാം. അതിലും നമുക്ക് ഇവിടെ ഇതെല്ലാം കാണിക്കും. ഇല്ല ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം ഒറ്റ സ്ലൈഡേ ഉള്ളൂ. ഇത് 10 സ്ലൈഡ് ഉണ്ട്. ഇത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ ഈ 10 സ്ലൈഡ് ഇവിടെ വരും. അതിൽ നമുക്ക് ആവശ്യമുള്ള മാത്രം എഡിറ്റ് ചെയ്തൊക്കെ എടുക്കാം. അങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതായിട്ടേ ഉള്ളൂ. ഞാൻ ഇവിടെ ഞാനിതിൽ പഠിപ്പിക്കാനായിട്ടുള്ള എല്ലാം ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതേപോലെയാണ് പ്രസൻറ്റേഷൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് എല്ലാം. ഇതിൽ ചെയ്യുന്നത് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടായിട്ട് ഇതിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫോണിലും ഇതിലും കൂടെ ആകുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് ക്യാൻവ. ഓക്കെ, അത്രയേ ഉള്ളൂ പറയാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.